ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ നമ്മുടെ പാലെടുക്കുന്ന വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇടണമെന്ന് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴെ ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, ഇതാണോ പാലെടുക്കുന്ന എന്തോ റബ്ബർ ഷീറ്റ് മേക്കിംഗ് വീഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എഴുത്ത് തരാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ റബ്ബർ ഷീറ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വീഡിയോ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കമൻറ്റ് വന്നു, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കാണിക്കൂ, ഇതിൻ്റെ ഫുള്ള് പ്രോസസ്സിങ് എങ്ങനെയാണെന്നൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പാലെടുക്കുന്നതും ഷീറ്റ് അടിക്കുന്നതും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെട്ടുന്നത് എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം അച്ഛൻ അതിരാവിലെ പോയി വെട്ടുന്നത് കൊണ്ട് അത് മാത്രം എനിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. ബാക്കിയെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അനിയത്തി ഇപ്പോൾ വെക്കേഷന് നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെയും കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുപ്പിക്കുന്നത്. അപ്പം ഏറെക്കുറെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇപ്പം കാറ്റുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ പാല് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ തണുപ്പുള്ള ടൈമിൽ പാല് നല്ല കൂടുതലായിരിക്കും. തണുപ്പുള്ള ടൈമിൽ നേരത്തെ തന്നെ വെട്ടാൻ പോവും, നേരത്തെ തന്നെ നമുക്ക് പാൽ എടുക്കേണ്ടിയും വരും. കാറ്റുള്ളപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉറഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സമയത്ത് തന്നെ ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, നമുക്ക് ഷീറ്റിലൊക്കെ എണ്ണം കുറവ് വരും. അപ്പോൾ ഈ സൈഡിൽ ഞാൻ എടുക്കുന്നുണ്ട്, താഴെ അച്ഛനും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ എടുക്കുന്നത് ഞാൻ അവളോട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു, അവൾ അങ്ങനെ എടുത്തുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്കിനി എടുക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കാറ്റുള്ളത് കൊണ്ട് തന്നെ പൊടി പാലിനകത്ത് വീഴും, അതുകൊണ്ട് തന്നെ അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മരമൊന്നും ഇല്ല കേട്ടോ, നമുക്ക് കുറച്ച് മരമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വെട്ടി പാലെടുക്കുന്ന ഇതാണ് കേട്ടോ കാണിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് നിങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ കയ്യിലൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ കറയാവും കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വലിച്ചിളക്കാനാണ് നല്ല പാട്. അപ്പോൾ ഈ ഒരു ടൈമിൽ പാലെടുക്കുന്ന ടൈമിൽ കയ്യിൽ നമ്മൾക്ക് രോമം ഒന്നും കാണത്തില്ല കേട്ടോ, ഫുൾ ക്ലീൻ ഷേവ് പോലെ ആയിരിക്കും. കാരണം ഒട്ടേറെ ഇളക്കുമ്പം അതും കൂടി അങ്ങ് അതിൻ്റെ കൂടെ പൊയ്ക്കോളും. ഇനി നമ്മൾ ഉറ ഒഴിക്കാൻ പോവാണ്. ആദ്യം തന്നെ കുറച്ച് ഞാൻ ഉറ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എളുപ്പപ്പണിയാണ് ചെയ്യുന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ ആദ്യം പാലൊഴിച്ച് പിന്നെ വെള്ളം ഒഴിച്ച് പിന്നെ ആസിഡ് ഒഴിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബക്കറ്റിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങ് ഒഴിക്കുകയാണ്. ആദ്യം നമ്മൾ ആസിഡ് ഒഴിക്കും, പിന്നെ വെള്ളം ഒഴിക്കും, പിന്നെ അതിനുശേഷം നമ്മൾ പാലും കൂടെ ഒഴിച്ച് അതിൽ വെച്ച് തന്നെ മിക്സ് ചെയ്ത് നമ്മൾ ഡിഷിലേക്ക് ഒഴിക്കുകയാണ്. അതാണ് കേട്ടോ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്, കാരണം നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട്. ഓൾറെഡി ചേർത്ത് വെച്ചിരിക്കുന്ന ആസിഡാണ് കേട്ടോ. അപ്പം 1 ഔൺസ് ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആസിഡ് ഒഴിച്ചു, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു. അപ്പോൾ വെള്ളം ഞാൻ അവിടെ ഓസിലിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് വെള്ളം മുക്കിയെടുക്കുന്നത്. അപ്പം ഓസ് അപ്പുറത്തുനിന്ന് കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ബക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ബക്കറ്റ് മതി നമുക്ക്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പാലിന് കട്ടിയുള്ള ടൈമാണ് കേട്ടോ. നമ്മുടെ കരയിൽ നിൽക്കുന്ന റബ്ബറിന് നല്ല കട്ടിയാണിപ്പം, കട്ടിയുള്ള പാലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി അധികം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിറ്റേന്ന് അടിക്കുവാണെങ്കിൽ നല്ല പാടായിരിക്കും ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുറച്ച് കൂട്ടി ഒഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ അടിക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കുറച്ചായിരിക്കും ഒഴിക്കുന്നുണ്ടാവുക. പിന്നെ നമ്മൾ 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇത് നേരെ നമ്മൾ ഡിഷിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. അന്ന് എനിക്ക് വീഡിയോ ഇട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി അറിയാനും ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒന്ന് പരിചിതമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും, ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ, ഇതെന്തിനാ ഇവിടെ ഇത്രയും കൂടി വലിച്ചു നീട്ടി പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇതിലൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഒരു കുട്ടി എന്തായാലും കുട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്നെക്കാളും മൂത്തതാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് ഇടുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പാലെടുക്കും, വെള്ളം ഒഴിക്കും, ആസിഡ് ഒഴിക്കും, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഈ പാലിനകത്തിട്ട് അളിക്കാനും ഇളക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പണ്ട് തൊട്ടേ ഇവിടെ വെട്ടുന്നത് കൊണ്ട് അറിയാം എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും ഇതുപോലെ ചെയ്തു നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ വീട്ടുകാർ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക അങ്ങനെ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്, എന്നെ കൊണ്ട് പറ്റുന്നൊരു ഹെൽപ്പ്, അത്രേ ഉള്ളൂ.
പിന്നെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊന്നും പറ്റിയ പണിയല്ല കേട്ടോ. കുറച്ച് മണ്ണും ചെളി റബ്ബർ ബാലും ഒക്കെ നമ്മുടെ ദേഹത്ത് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെ എടുത്ത് പറഞ്ഞോട്ടെ. അപ്പം ചിലരൊക്കെ ഉണ്ട്, അയ്യോ എൻ്റെ കയ്യിൽ പറ്റും, സ്മെല്ലെടുക്കും. ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്. അത് 2 പ്രാവശ്യം ഒന്ന് സോപ്പിട്ട് കൈ കഴുകിയാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളൊരു 11:30-11:45 ആയപ്പം ഒഴിച്ച പാലൊക്കെ കട്ടിയായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വൈകിട്ട് 4:30-4:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഷീറ്റടിക്കാൻ പോകുന്നത്. അപ്പം നമ്മളിത് നാളെ അടിക്കാമെന്നായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് നമ്മൾ ഇച്ചിരി വെള്ളം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ നമുക്ക് ഒരിടത്ത് പോകേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തന്നെ ഷീറ്റ് അടിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ആദ്യത്തെ ഷീറ്റ് ഞാൻ തന്നെയാണ് കേട്ടോ അടിച്ചത്. അപ്പോൾ വെള്ളം കൂട്ടി ഒഴിച്ചതുകൊണ്ട് തന്നെ ഇച്ചിരി പാടുണ്ടായിരുന്നു കേട്ടോ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നന്ന് അടിക്കേണ്ടതാണെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ കുറച്ചാണ് ഒഴിച്ച് വെക്കാറ്. ഇന്ന് കുറച്ച് കൂട്ടിയാണ് കേട്ടോ ഒഴിച്ചത്. അപ്പോൾ എല്ലാ ഷീറ്റിനും ഇല്ല, കുറച്ച് ഷീറ്റിന് മാത്രമേ അങ്ങനെ ഒഴിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഷീറ്റ് അടിക്കാൻ പോവാണ്. ഇനി നമ്മൾ ആദ്യം ചരിച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അതിലേക്ക് മെഷീനിലേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഷീറ്റ് ഇങ്ങനെ വലിച്ച് നീട്ടിയെടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഫുൾ അതങ്ങ് പൊക്കി വെക്കും കേട്ടോ. റൗണ്ട് പോലിരിക്കുന്ന സാധനമില്ലേ, അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പം എന്നെ കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇതാക്കിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പം ഓരോ പ്രാവശ്യം അടിച്ചെടുക്കുമ്പോഴും നമ്മളത് താത്ത് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം അതിനകത്ത് വെള്ളം ഇങ്ങനെ ചുവന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഷീറ്റ് വലിഞ്ഞ് വരികയും ചെയ്യും കേട്ടോ. ഒന്നാമത് ശ്രീകുട്ടിയുടെ കൈക്ക് വയ്യ, കൈ വേദനയാണ്. അപ്പോൾ അവളോട് കറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും അവൾക്കും കറക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന് കറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് വീതി നമ്മൾ അടിച്ചു. ഇനി നമ്മൾ നീളമാണ് കേട്ടോ അടിച്ച് എടുക്കാൻ പോകുന്നത്. അപ്പം ഒരുപാട് പാടൊന്നുമില്ല കേട്ടോ ഇതിനകത്ത് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ കൈയൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ വലിയ പാടൊന്നുമില്ല. വൈകിട്ട് ഒരു സമയം ആയതുകൊണ്ട് തന്നെ നല്ലപോലെ കൊതുകുണ്ട് കേട്ടോ. കൊതുകിൻ്റെ ശല്യമാണ്, ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് നമ്മൾ വെയിലത്തൊക്കെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ആസിഡിൻ്റെ വെള്ളവും വേസ്റ്റ് വെള്ളമൊക്കെ വീഴുന്നത് കൊണ്ട് തന്നെ കൊതുകിന് അത്യാവശ്യം നല്ലപോലെ അർമാദിക്കാനുള്ള വകയുണ്ട്. അപ്പോൾ എന്തായാലും നന്നായിട്ട് കൊതുക് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വേഗം തന്നെ ഷീറ്റ് അടിച്ചിട്ട് കയറി പോകാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പം നമ്മളിത് ഇനിയിപ്പം നീളമാണ് കേട്ടോ അടിച്ച് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഷീറ്റൊന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിടിച്ച വഴിക്ക് താഴോട്ട് പോയതാണ്. അപ്പോൾ ഞാനവിടെ ഓപ്പറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷീറ്റിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ നീട്ടി വലിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് വലിച്ച് എടുത്താലേ ഷീറ്റ് നന്നായിട്ട് നീണ്ടു വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്നും എന്നെ കൊണ്ടൊന്നും അല്ല കേട്ടോ ഷീറ്റ് അടിപ്പിക്കുന്നത്. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഷീറ്റ് അടിച്ചതാണ് കേട്ടോ. ഇന്നൊരു ദിവസം, അല്ലാത്ത ദിവസം അച്ഛനാണ് ഷീറ്റ് അടിക്കാറ്. അപ്പോൾ ഇന്ന് അച്ഛൻ വീട്ടിലില്ല, അതുകൊണ്ട് തന്നെ ഷീറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ഒന്നും ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ, കുറച്ചേ അടിച്ചിട്ടുള്ളൂ. ഇന്ന് ആ മെഷീൻ്റെ റോളർ അടുപ്പിച്ച് വെക്കുന്നതോറും കുറച്ച് പാടാണ് കേട്ടോ. അത്യാവശ്യം മുറുക്കുണ്ട് നമ്മുടെ മെഷീന്. അപ്പം കുറച്ച് പാടാണ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കറക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഒരാളും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, ഇതെങ്ങനെയൊക്കെയാണ് വരിക എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എപ്പോഴും ഓഫീസ് വർക്കും ഓഫീസിലെ ജോലി മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞു ആയിരിക്കരുത്. ഏതൊരു സന്ദർഭത്തിലാണ് എല്ലാ ജോലിയും ചെയ്യേണ്ടി വരുന്ന, ഏത് ജോലിയാണ് ചെയ്യേണ്ടി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ഇതൊക്കെ. അപ്പോൾ ഇതിന് ഒരു തവണയും കൂടി അടിച്ചെടുത്താൽ നമുക്ക് അച്ചിനകത്ത് കയറ്റാം കേട്ടോ. അപ്പോൾ ഈ ഒരു തവണയും കൂടി നമുക്ക് ഈ ഒരു ഇതിലോട്ട് വിട്ടാം. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ടൈറ്റായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാനിത് വീഡിയോയിൽ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മെഷീൻ്റെ ഇതിൽ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് അച്ചിലേക്ക് കയറ്റി വിടാം. അച്ചിൽ നല്ലപോലെ ടൈറ്റാക്കി വെക്കും കേട്ടോ. റോളർ തമ്മിൽ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കറക്കാൻ പോകുന്നത്. അത് അത്യാവശ്യം പാടാണ് കറക്കാൻ വേണ്ടിയിട്ട്. ഇത് ഷീറ്റും ഇതും കൂടെ പിടിച്ചുകൊണ്ട് കറക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് നമ്മൾ ഷീറ്റ് അവിടെ വെച്ചിട്ട് അത് മാത്രമായിട്ട് തന്നെ കറക്കി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ അതിൽ അച്ച് പതിയണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ റോളർ രണ്ടും താത്ത് തന്നെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വോയിസ് ഒന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കാരണം ഒരു ഒറിജിനാലിറ്റി ഈ വോയിസൊക്കെ കേട്ടാലേ കിട്ടത്തുള്ളൂ. ഈ അച്ച് മെഷീനിലോട്ട് പോയിട്ട് അച്ച് ഇതിൽ പതിഞ്ഞ് വരുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ, ഭയങ്കര ഒരു സന്തോഷം തോന്നും. അപ്പോൾ ഞാൻ തറയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കമ്പിയിലോട്ട് എടുത്തൊന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത് തറയിൽ വീണാലും മണ്ണ് പറ്റും. അപ്പം
അത്രയേ ഉള്ളൂ ഷീറ്റ്. നമുക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ഷീറ്റ് കൂടി അടിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാമറ ഇത്രയും അടുത്ത് തന്നെ പിടിച്ച് കാണിക്കുന്നത്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. എനിക്ക് അങ്ങനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ക്യാമറ എവിടെയോ കൊണ്ടുവച്ചിട്ട് ആരെ കാണിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നത്, ഒന്നിനകത്ത് ഷീറ്റ് കയറി ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടവർ നന്നായിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നെഗറ്റീവൊന്നും അടിക്കല്ലേ ആരും. അപ്പോൾ നമ്മളിങ്ങനെയാണ് കേട്ടോ ഷീറ്റ് അടിക്കുന്നത്. ഞാനങ്ങനെ ഭയങ്കര പ്രൊഫഷണലൊന്നും അല്ല കേട്ടോ. എനിക്കറിയാവുന്ന പോലെ ഞാൻ ഇതിൽ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തെറ്റുകൾ കുറേ കാണാം, ശരികൾ കുറേ കാണാം. അപ്പോൾ തെറ്റൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും പറ്റും, സ്വാഭാവികമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള കുറേ വില്ലേജ് ടൈപ്പുള്ള വീഡിയോസാണ് കേട്ടോ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കൂടുതലും കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ കാരണം നമ്മുടെ നാട്ടിൻപുറത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്നത്. ഞാനിങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് മാത്രം കണ്ടൻറ്റ് ആക്കിക്കൊണ്ടൊരു വീഡിയോ ഇടത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ ആൾക്കാരുണ്ട്, ഇതൊന്നും വീട്ടിലില്ലാത്ത ആൾക്കാരും കാണും, കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ. കാരണം അച്ഛനും അമ്മയും ചെയ്യുന്നവർ കാണും, മക്കളിത് കണ്ടിട്ടില്ലായിരിക്കും. അങ്ങനെ വീട്ടിലൊക്കെ നടക്കാറില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കാണും. അപ്പോൾ അവർക്കൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ, ഇങ്ങനെയൊക്കെ എങ്ങനെ ഈ ഷീറ്റ് ഇങ്ങനെ അച്ചൊക്കെ വരുന്നത്. ഞാനും പണ്ടിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഈ അച്ചൊക്കെ എങ്ങനെ ഇതിലേക്ക് വരുന്നെങ്കിൽ വരവരെയൊക്കെ എങ്ങനെ ഷീറ്റ് അടിച്ചുകൊണ്ട് ഇടുമ്പോൾ വരുന്നതെന്നൊക്കെ ഞാനും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ഇടാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പം അധികം പണിയൊന്നുമില്ല, എന്ന് വെച്ചാൽ പണി ഇല്ലാതെ ഇല്ല. അപ്പോൾ ഏത് ജോലിക്കാണ് ബുദ്ധിമുട്ടില്ലാത്തത്? എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പാടുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ എല്ലാവരോടും എന്നോട് ചോദിച്ചാലും ഞാൻ പറയും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് ഞാനും പറയത്തുള്ളൂ കേട്ടോ. അപ്പം ഇതൊക്കെ രസമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കും. പിന്നെ ആസിഡിൻ്റെ സ്മെല്ലൊക്കെ വരും കേട്ടോ നമ്മുടെ ദേഹത്തൊക്കെ. അപ്പോൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നാളെ പോയി ഞാൻ ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞ് കൈയൊന്നും അതിനകത്ത് ആരും കയറ്റി വെച്ച് മുറിക്കാനൊന്നും പോകണ്ട. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചൊരു മലയാളം ടീച്ചറുണ്ടായിരുന്നു കേട്ടോ. ടീച്ചറിൻ്റെ കൈ ഇതിൽ കയറി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ടീച്ചർ പിറ്റേന്ന് ക്ലാസ്സിൽ വന്നപ്പോൾ കൈയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് വന്ന്. അപ്പോൾ അതൊന്നും ചുമ്മാ ഓർത്തപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കറക്കി അടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും കറക്കും ഇതും കൂടെ ആയിട്ട് നിൽക്കേണ്ട. ഒന്നുകിൽ ആ റോഡറിലോട്ട് കയറ്റി വിടാനായിട്ട് നിൽക്കുക, ഒരാളെയും കൊണ്ട് കറക്കിപ്പിക്കുക. അപ്പം അല്ലാത്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സ്പീഡിൽ കറക്കും കേട്ടോ. അച്ഛനൊക്കെ ആണെങ്കിൽ കറക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ സ്പീഡിൽ കറക്കിയിട്ടാണ് ഇത് കയറ്റി വിടുന്നത്. അപ്പോൾ വേഗം നമുക്ക് ഷീറ്റ് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊക്കെയാണെങ്കിൽ പതിയെ വാർഡോടം പോലെ പതിയാണ് കേട്ടോ അടിക്കുക. അപ്പം ഇതിന് ഒരു തവണയും കൂടി പോട്ടെ. അപ്പോൾ ഇതിന് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ എനിക്ക്, ഞാനങ്ങനെ പക്ക ഇതൊന്നും അല്ല. അപ്പോൾ എന്തായാലും നമ്മളും ഷീറ്റ് അടിച്ച് പഠിക്കണമല്ലോ. അപ്പോൾ അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ ഈ ഒരു ഷീറ്റിന്, കാരണം കുറച്ച് പാലധികം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് ഒരു അരക്കപ്പ് പാലൂടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതുകൂടി ഇതിനകത്തോട്ട് അടിച്ച കാരണം കുറച്ച് വലിയ ഷീറ്റാണ് കേട്ടോ ഇത്. അപ്പം നമ്മളിത് ഒരു റൗണ്ടും കൂടി അടിക്കാമെന്ന് വിചാരിച്ചു. ഒരു റൗണ്ട് കൂടി ഇതിൽ പോട്ടെ, എന്നിട്ട് ഒന്ന് വലിഞ്ഞ് നീണ്ടതിന് ശേഷം നമുക്ക് അച്ചിൽ കയറ്റാം. അപ്പോൾ ഇതിലടിക്കുമ്പം വെള്ളം താഴോട്ട് വീഴുന്നതാണ് നല്ല രസം കേട്ടോ. അപ്പം ചിലപ്പം ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കറക്കി കൊടുക്കുമ്പോൾ അതൊന്ന് മുറിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പം നേരത്തെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇപ്പം വലിയ പേടിയൊന്നുമില്ല. ചിലപ്പോൾ അത് തിരിച്ച് ഇതെല്ലാം കൂടി ഒരുമിച്ചങ്ങ് കറങ്ങുകയും ചെയ്യും. അതൊക്കെ വലിച്ചെടുക്കാൻ വലിയ പാടാണ്. ചിലപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ വഴക്കും കിട്ടിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എന്നോട് അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് കയറിപ്പോയി അടിച്ച് ഷീറ്റ് മനസ്സിലാക്കുന്നതിനാട്ടോ ഞാൻ വഴക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് കേട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ലെവലറ്റ് പീക്കാണ്. അപ്പം ഇതിനകത്ത് എനിക്ക് കയറ്റാൻ പോകണം കേട്ടോ. ഇതിനകത്ത് കയറ്റുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇതിൽ കയറ്റുമ്പോൾ നമ്മൾ വേഗം തന്നെ കറക്കിയെടുക്കണം. അത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നിറ പോലെ ഇറക്കും. അപ്പോൾ അതെനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനിത് നിർത്താതെ തന്നെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കൈ വേദന എടുക്കുന്നുണ്ട്. പിന്നെ അത് തറ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ആക്കി വെച്ചു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളാരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യില്ലേ, അവിടെ ഇങ്ങനെ വര വീഴും, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇതെന്തോ ഭാഗ്യത്തിൻ്റെ വരയൊന്നും വീണില്ല, എങ്കിലും ചെറിയൊരു വരയുണ്ട് കേട്ടോ, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. അപ്പം നമ്മൾ ഷീറ്റ് അടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയുണ്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ 2 ഷീറ്റ് അടിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഷീറ്റ് രാവിലെ പറക്കിയിട്ടതൊക്കെ ഒന്ന് പറക്കി വയ്ക്കാനുണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് പറക്കി വയ്ക്കാം കേട്ടോ. ഇതൊരു 3-4 ദിവസം ഉണങ്ങിയ ഷീറ്റാണ്. അപ്പോൾ അതിന് അപ്പുറത്ത് കിടക്കുന്നത് ഇന്ന് നമ്മൾ അടിച്ച ഷീറ്റാണ് കേട്ടോ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സന്ധ്യ സമയമായി.
അപ്പോൾ ഇതിനെ പറക്കിയിടായിരുന്നു. ഇപ്പം വെയിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അപ്പം അങ്ങ് പറക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്ന് പറക്കിയിട്ടിട്ട് വേണം നമുക്കൊന്ന് മുറ്റം തൂക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വേഗം ഒന്ന് പറക്കിയിട്ടെ. ഇത് 3-4 ദിവസത്തെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഒരു ദിവസത്തെയൊന്നും അല്ല, 3-4 ദിവസത്തെ ഉണ്ട്. അപ്പം ഓരോന്നും സെപ്പറേറ്റായിട്ട് നമുക്ക് മാറ്റി വെക്കണം. കാരണം കളർ വന്നതും കളർ വരാത്തതും നാളെ എടുത്തിടേണ്ടതും ഒക്കെ നമുക്ക് മാറ്റി വെക്കാനുണ്ട്. കാരണം വേഗം പോകും കേട്ടോ. ഈ ഷീറ്റ് ഇരുന്നാൽ എങ്ങാനും ഒരു നനവ് വന്നു കഴിഞ്ഞാൽ ഷീറ്റ് പൂക്കാൻ തുടങ്ങും. ഇടയ്ക്കൊക്കെ ഈ നമ്മൾ വിചാരിക്കാത്ത മഴയൊക്കെ പെയ്യുമ്പോൾ ഷീറ്റ് അടിച്ചത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പുറത്തിടാനും പറ്റത്തില്ല. അങ്ങനെയൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ വേഗം ഇരുന്ന് പൂത്തു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ആ പൂത്ത ഷീറ്റൊക്കെ കഴുകാൻ നിൽക്കുന്നതാണ് അതിൻ്റെ ഇരട്ടിപ്പണി. പിന്നെ അതിന് വിലയും കിട്ടത്തില്ല, നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടതാവും. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഷീറ്റും കൂടെ ഒന്ന് പറക്കിയിട്ട് കഴിഞ്ഞ് ഞാൻ നേരെ കുളിക്കാൻ പോവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഷീറ്റിൻ്റെ കാര്യത്തെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിവിടെ ചെയ്യുന്ന ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി പുകപ്പുഴയിൽ പുകയ്ക്കുന്നതൊക്കെ കാണിക്കണമെന്നുണ്ട്, കാരണം ഞങ്ങളുടെ വീട്ടിൽ പുകപ്പുഴയില്ല കേട്ടോ. ഇനി എവിടെയെങ്കിലും പോയി പുകപ്പുഴ ഉള്ളിടത്ത് ഞാൻ പുകച്ച് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി പുകപ്പുഴയിൽ ഇടുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതും ഇടാം. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതേ ഞാനിവിടെ സെപ്പറേറ്റ് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് പറക്കാനുണ്ട്. അപ്പോൾ അത് ഓരോന്ന് അടുക്കി വെച്ചത് നമ്മൾ അകത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ് പതിവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷീറ്റിൻ്റെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.